ചെങ്കിസ് എന്താ ചെയ്തത്? ചെങ്കിസ് ഖാൻ ചെയ്ത് കൂട്ടിയതിന് കയ്യും കണക്കില്ല. ബുഖാറയിലേക്ക് കയറി. ഇസ്ലാമിന്റെ വിളനിലമായിരുന്നു ബുഖാറ. ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ പിന്നെ ലക്ഷക്കണക്കായ ഹദീസ് അറിയാവുന്ന മനുഷ്യന്റെ നാട്ടിൽ ഒരു ഹദീസ് പഠിപ്പിക്കാൻ സ്ഥാപനം ഉണ്ടായില്ല. അതിന് കാരണക്കാരനാരാ? ചെങ്കിസ് ഖാന്റെ ആക്രമണ. ചെങ്കിസ് ഖാൻ താർത്താരിയ യൂജിയ തന്നെ എന്റെ ഉണ്ടായത്. ബുഖാറയിലേക്ക് കയറി. فحاصرها ചെങ്കിസ് ഖാൻ 3 أيام فطلب منه أهلها الأمان فأمنهم ودخلها فأحسن السيرة فيهم مكرا وخديعا. അവരെ ചതിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അതിഥിയായി വരട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിൽ വന്നിട്ട് കയറിയിട്ട് ബുഖാറയെ അങ്ങോട്ട് നശിപ്പിച്ചു. എന്തിന്? തൈമൂർ ചൈനക്കാരനാ. തൈമൂർ ചൈനക്കാരനാ. താർത്താരിയ. എന്താ തൈമൂർ ചെയ്തത്? ബഗ്ദാദിലുള്ള പള്ളികളിലുള്ള കിതാബുകൾ കൊണ്ടുവന്നിട്ട് യൂഫ്രട്ടീസ് നദിക്ക് കുറുകെ ഇട്ടിട്ട് പട്ടാളത്തെ നടത്തിക്കൊണ്ടുപോയി. ലക്ഷക്കണക്കായ കിതാബുകൾ. അങ്ങനെയാണ് ലക്ഷക്കണക്കായ ഹദീസുകൾ മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ടത്. ആരുടെ ആക്രമണം? താർത്താരി ആക്രമണം. എഴുച്ചൂച്ചി. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മണ്ണാണല്ലോ ബഹുമാനപ്പെട്ട ബഗ്ദാദാണ് സത്യത്തിൽ ദീനിന്റെ ഒരു പ്രസരിപ്പുണ്ടായിരുന്ന നാട്. എന്ത് ചെയ്തു? തൈമൂർ ആക്രമിച്ചു. എന്നിട്ട് തൈമൂർ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങളുടെ എല്ലാ വിജയത്തിനും കാരണം ഈ പള്ളികളും കിതാബുകളുമാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? പള്ളികളിലെ കിതാബുകൾ കൊണ്ടുവന്നിട്ട് യൂഫ്രട്ടീസ് നദിക്ക് കുറുകയിട്ട് അതിന്റെ മുകളിലൂടെ പടയെ നടത്തിക്കൊണ്ടുപോയി. ഈ സംഭവം മുഖദ്ദിമയിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഖൽദൂൻ പറയുന്നുണ്ട്. മുഖദ്ദിമയിൽ ഈ സംഭവം മുഖദ്ദിമ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമിയാണ് മുഖദ്ദിമ പ്രസിദ്ധീകരിച്ചത്. വിശ്വേത്തര ഗ്രന്ഥമാണ് മുഖദ്ദിമ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണ്. മുഖദ്ദിമയിലുണ്ട് ബഹുമാനപ്പെട്ട ബഗ്ദാദിലേക്ക് വന്നു ആരെ? താർത്താരിയായ തെമ്മാടിയായ തൈമൂർ. ആ നാട്ടിലെ പള്ളികൾ മുഴുവൻ നാശാക്കിയെന്ന് മാത്രമല്ല ലക്ഷക്കണക്കായ ഹദീസുകൾ നദിയിലിട്ടിട്ട് പാലമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുതിരകളെ നടത്തിക്കൊണ്ടുപോയത് കാരണം 6 മാസത്തിലേറെ യൂഫ്രട്ടീസിലെ വെള്ളം കറുത്ത് കിടന്നു. എന്ത്? അച്ചടിയല്ല. എന്തായിരുന്നു? കൈകൊണ്ട് എഴുതിയത്. ലക്ഷക്കണക്കായ ഹദീസ്. 10 ലക്ഷത്തിലേറെ ഹദീസ് ഹബീബ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ നബിയുടേതായുണ്ട്. 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള ആളായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ. ഇന്നെവിടെ ഹദീസ് എവിടെ? അതൊക്കെ നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ ആരാണ്? താർത്താരികളാ. അവരെ ജൂജികളാ. എന്താ അവർ ചെയ്തതെന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം. മിമ്പറുകൾ കൊണ്ടുവരിക, എന്നിട്ട് കിടങ്ങ് കൊണ്ടുപോയിടും. പിന്നെയോ? പിന്നെ അവരെ എത്ര ആളെയാണ് ഈ താർത്താരികൾ കൊന്നതെന്ന് അല്ലാതെ ഒരാളറിയില്ല. ആ ജാതി കൊല നടന്നു. ചരിത്രം കണ്ട ഏറ്റവും വലിയ കൊല നീ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഓടിച്ചോടാ. പെണ്ണുങ്ങളെ കുടുംബത്തിന്റെ മുന്നിലിട്ട് വ്യഭിചരിച്ചു, ബലാത്സംഗം ചെയ്തു. സ്വന്തം ഭാര്യയെയും സഹോദരിയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചവരായിരുന്നു ഭൂരിഭാഗം ആണുങ്ങളും. ധാരാളം ആളുകൾ ഇങ്ങനെ ചെയ്തു. ധാരാളം ആളുകളെ ചെങ്കിസ് ഖാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് ചെങ്കിസ് ഖാൻ ഇങ്ങോട്ട് സമർക്കന്ദിലേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു നാട്ടിൽ കയറിയാൽ അവിടെ എത്ര മുസ്ലിമോ മൊത്തം കൊല്ലുക, എല്ലാ മുസ്ലിമീങ്ങളെയും കൊല്ലുക. പിന്നെയോ ഒരു റിജാലി വന്നിസായി മഅൻ വല്ലത്ഫാൽ എല്ലാവരെയും എല്ലാവരെയും നശിപ്പിക്കുക, കവർച്ച ചെയ്യുക. വീടുകളെല്ലാം തകർക്കുക.
വമാ അജസു മിൻ തഖരിബിഹി യുഹർരിഖു തകർക്കാൻ കഴിയാത്ത തീ വെക്കുക. വാ കസർമാ യുഹർരിഖുനൽ മസാജിദ വൽ ജവാമിഅ കൂടുതലും ചെങ്കിസ് ഖാൻ തകർത്തത് പള്ളികളെയും യൂണിവേഴ്സിറ്റികളെയുമാണ്. ബുഖാറയിലും സമർക്കന്തിലൊക്കെ ആയിരക്കണക്കായ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ നശിപ്പിച്ചതാരാ? ചെങ്കിസ് ഖാന. അവൻ താർത്താരിയ യജൂജിയ. ഇതൊരു പുറപ്പെടല. ചിന്തിക്കേ എന്താന്ന് പറഞ്ഞാൽ റബ്ബേ ഇതാ 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 ഇനി കേട്ടോളൂ. ഇബ്നു കസീർ തങ്ങളുടെ അൽബിദായാണിത്. ഇതൊന്നും ഞാൻ എവിടുന്നെങ്കിലും പുതിയ പുസ്തകം കാസിമി വായിക്കാന്ന് വിചാരിക്കണ്ട. ഏതോ അറബികളെ പുസ്തകം എടുത്ത് കാസിമി വായിക്കാന്ന് വിചാരിക്കണ്ട. ഇത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിൻ്റെ അൽബിദായത്ത് വന്നിഹായാണ്. അവിടുന്ന് ഉദ്ധരിക്കുന്നത്. ഇനി നിങ്ങൾ കേട്ടോളൂ. ഫലൗ ഖാല ഇന്നൽ ആലമ മുൻദു ഖലഖല്ലാഹു ഇലല്ലാൻ ലം യുബ്തലൂ ബിമിസ്ലിഹാ. ആകാശഭൂമി ഉണ്ടായതിനു ശേഷം, ആകാശം പടച്ചതിന് ശേഷം, ഭൂമി പടച്ചതിന് ശേഷം ചെങ്കിസ് ഖാൻ ചെയ്തതുപോലത്തെ ഒരു ഉപദ്രവം ചെയ്തിട്ടേ ഇല്ല. അതൊക്കെ ഇനി ഈസാ നബിയുടെ കാലത്ത് അവർ ചെയ്യുന്നതിലേക്ക് നോക്കിയാൽ നിസ്സാരമാണ്. നോക്കൂ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവ ചെയ്തത്. ചരിത്രത്തിൽ ഇതിനോട് അടുക്കുന്ന ഒന്ന് പോലുമില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഇതുപോലത്തെ ഒന്ന് ഉണ്ടാവുകയുമില്ല. ഇല്ലാ യജൂജ വമഅജൂജ. ഈസാ നബിയോട് യജൂജ മഅജൂജ ചെയ്യുന്നതൊഴിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ ആക്രമണം. എങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബൽ ഖതലുൽ റിജാല വന്നിസാ. പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കൊന്നു. ശഖൂ ബുതൂനൽ ഹവാമിലി. ഗർഭിണികളുടെ വയർ കുത്തിക്കീറി ചെങ്കിസ് ഖാൻ. വഖതലുൽ അജ്ന. ഈ വയറ്റിലുള്ള കുട്ടികളെ കൊന്നു. ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലിഹാദിഹിൽ ഹാദിസത്തി അല്ലതി ഇസ്തതാറ ശററുഹാ വഅമ്മ ളററുഹാ വസാറത്ത് ഫിൽ ബിലാദി കസ്സഹാബി. മൊത്തം അറബ് പ്രദേശങ്ങൾ മുഴുവനും മേഘം മൂടിയതുപോലെയായി. അന്ന് ചെങ്കിസ് ഖാൻ വന്നത് ചൈനയിൽ നിന്നായിരുന്നു. ചിന്തിക്കണം. ചൈനയിൽ നിന്ന് പുറപ്പെട്ട ചെങ്കിസ് ഖാന്റെ പട്ടാളം മുസ്ലിം ലോകത്തെ നായാട്ട് നടത്തി. ചരിത്രത്തിൽ തുല്യതയില്ല. ചെങ്കിസ് ഖാൻ ചരിത്രത്തിൽ തുല്യതയില്ല. അവയവങ്ങൾ കുത്തിക്കേറുക, പെണ്ണുങ്ങളെ വയറ് കീറിയിട്ട് ഗർഭത്തിലുള്ള കുട്ടിയെ കൊല്ലുക. ഇങ്ങനെ മനുഷ്യന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ആയിരക്കണക്കായ മനുഷ്യന്മാരെ ഒന്നിച്ച് തീ കൊടുക്കുക. പള്ളിയെ ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ആക്രമണമാണ്. എന്താ എന്നിട്ട് ചെങ്കിസ് ഖാന്റെ മുദ്രാവാക്യം? ഭൂമിയിൽ ഞങ്ങൾക്ക് അടിമപ്പെടാത്ത ഒരാളുമില്ല. ആകാശത്തുള്ളവന്റെയും മേലെയാണ് ഞങ്ങൾ. ആര് പറഞ്ഞു? ഇതാ ചെങ്കിസ് ഖാന്റെ മുദ്രാവാക്യം. ഇതന്നെ. ഇതാണ് ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം. ഞങ്ങളിലുള്ളത് മാനവരക്തം. അത് മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി പറയാം. ഒരു മാനവരക്തം അവർക്കില്ല. കാരണം അള്ളാഹു പഠിച്ച ദീനല്ലാത്ത എന്ത് മാനവന, അള്ളാഹിന്റെ ദീൻ അംഗീകരിക്കാത്ത എന്ത് മാനവന. ഇതിന്റെ അടിസ്ഥാനം കൊണ്ടുവന്നത് ചെങ്കിസ് ഖാനാ. ഭൂമിയിലുള്ളവരെ മുഴുവനും ഞങ്ങൾ അടിപ്പെടുത്തിയിരിക്കുന്നു. ആകാശത്തുള്ളവന്റെയും മേലെയാണ് ഞങ്ങൾ. എങ്ങനെയാ? അതുതന്നെയാണ് ഇവിടെയെല്ലാം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഒരു പാട്ടാ. ഈ പാട്ടിൻ്റെ ഒക്കെ ബേസ് റഷ്യ ഇല്ലല്ലേ? ഒരു പാട്ടല്ലേ? ഒന്ന് പറയേണ്ട കോഴിക്കോട്ട് വരല്ലേ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. വയലാറാണെന്ന് തോന്നുന്നു അങ്ങനെ പാടി. വയലാറൊക്കെ ഒറ്റ ഒന്നാ. വയലാറ് ജോൺ എബ്രഹാം അവരൊക്കെ ഒറ്റ കൂട്ടുകെട്ട. ജോൺ എബ്രഹാമാണ് നക്സലി